ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചു പ്രസംഗവുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാം എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു കൊച്ചു പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമലൈക്കും. അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ലോകം മുഴുവൻ കൊണ്ടാടുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സൃഷ്ടികളുടെയും നേതാവാണ്. ആ നേതാവിന്റെ ഉമ്മത്താകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ നാം സന്തോഷം കൊള്ളുകയാണ്. ലോകമെല്ലാം ഉറ്റുനോക്കുന്ന നേതാവ് ഒന്നേയുള്ളൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. ഒരവസരത്തിൽ മക്കയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുകയുണ്ടായി. ഹജറുൽ അസ്വദ് ആരാണ് യഥാസ്ഥാനത്ത് വെക്കേണ്ടത്? ആ സമയത്താണ് പ്രസന്നവദനായി ഒരു ബാലൻ കടന്നു വരുന്നത്. തീരുമാനമനുസരിച്ച് ആ ബാലനോട് മധ്യസ്ഥതക്ക് കൽപ്പിച്ചു. സഹോദരങ്ങളെ, ആ ബാലനത എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുകയാണ്. തന്റെ തോളിലുണ്ടായിരുന്ന തട്ടമെടുത്ത് കല്ല് അതിൽ വെച്ച് കൊടുത്തു. നേതാക്കളെ വിളിച്ചു 4 ഭാഗവും പിടിക്കാൻ പറഞ്ഞു. യഥാസ്ഥാനത്ത് കല്ലിനെ ആ 4 പേരും വെക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, വലിയൊരു രക്തച്ചൊരിച്ചിലിനെ ഇല്ലാതാക്കി പരിഹാരം കണ്ട ആ മഹാനുഭാവൻ ആരായിരുന്നു? അത് ലോകത്തുള്ള സകല സൃഷ്ടി ചരാചരങ്ങളുടെയും നേതാവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ തങ്ങളായിരുന്നു. ഈ നബി തങ്ങളോടൊത്ത് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ എന്റെ കൊച്ചു പ്രസംഗത്തിന് ഞാൻ വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും.